രാഷ്ട്രീയത്തിലെ വലിയ വലിയ ചർച്ചകൾ നടക്കുന്ന ആ ഇടനാഴികളിൽ ടൈ കിട്ടിയ നയതന്ത്രജ്ഞർക്കിടയിലൂടെ തലയുയർത്തി നടന്നിരുന്ന ഒരു കറുപ്പും വെളുപ്പും കലർന്ന മിടുക്കൻ, അതായിരുന്നു പാമസ്റ്റൺ. ബ്രിട്ടന്റെ പ്രിയപ്പെട്ട ഈ ചീഫ് മൗസർ വിടവാങ്ങുമ്പോൾ അത് വെറും ഒരു പൂച്ചയുടെ വിയോഗമല്ല, മറിച്ച് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങൾക്ക് സാക്ഷ്യം പങ്കെടുത്ത ഒരു സാന്നിധ്യത്തിന്റെ അന്ത്യം കൂടിയാണ്. പാമസ്റ്റന്റെ കഥ ഏതൊരു സിനിമയെയും വെല്ലുന്നതാണ്. 2016 ലണ്ടനിലെ കൊടുതണുപ്പിൽ ആഹാരമില്ലാതെ തെരുവിൽ അലയുകയായിരുന്ന ഒരു പൂച്ച. അവിടെ നിന്ന് അവനെ ബാറ്റർസി ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സോ രക്ഷപ്പെടുത്തി. അന്ന് ആരും കരുതിയില്ല ഈ പൂച്ച നേരെ നടന്നു കയറുന്നത് ബ്രിട്ടീഷ് വിദേശകാര്യ കേന്ദ്രത്തിന്റെ ഹൃദയത്തിലേക്കാണെന്ന്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടുന്ന തിരക്കു പിടിച്ച കാലം. മന്ത്രാലയത്തിലെ എലിശല്യം തീർക്കാൻ ഒരു ചീഫ് മൗസർ ആവശ്യമുണ്ടായി. അങ്ങനെ പാമസ്റ്റൺ എത്തി. 19ാം നൂറ്റാണ്ടിലെ കരുത്തനായ വിദേശകാര്യ സെക്രട്ടറി വിസ്കൗണ്ട് പാമസ്റ്റന്റെ പേര് അവന് ലഭിച്ചു. വെറും എലിപിടുത്തക്കാരൻ എന്നതിലുപരി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന വിശിഷ്ട കേന്ദ്രത്തിന്റെ മുഖമായി അവൻ മാറി. ചുവന്ന കാർപ്പറ്റിലൂടെ നടന്നിറങ്ങുന്ന നയതന്ത്രജ്ഞർക്കിടയിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു സെലിബ്രിറ്റി കൂടിയായി. പാമസ്റ്റൺ എന്ന് കേൾക്കുമ്പോൾ ലണ്ടൻകാർക്ക് ആദ്യം ഓർമ്മ വരുന്നത് 10 ഡൗണിംഗ് സ്ട്രീറ്റിലെ ലാറിയുമായുള്ള അവന്റെ ഉടക്കുകളാണ്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഈ രണ്ട് പൂച്ചകളുടെ അധികാര വടംവലി മാധ്യമങ്ങൾക്ക് വലിയ ആഘോഷമായിരുന്നു. പരസ്പരം ചീറ്റുന്നതും നഖം വീശുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എങ്കിലും ഒടുവിൽ അവർക്കിടയിൽ വലിയൊരു സൗഹൃദവും ഉടലെടുത്തു. പദവി ഒഴിഞ്ഞ പാമസ്റ്റൺ ലണ്ടനിലെ തിരക്കുകളിൽ നിന്ന് മാറി ബെർമുഡയുടെ മനോഹാരിതയിലേക്ക് തന്റെ താമസം മാറ്റി. ബെർമുഡയിലെ ഗവൺമെന്റ് ഹൗസ് ടീമിലെ സവിശേഷ അംഗമായിരുന്നു. അവിടെ അവോക്കാഡുകൾ കൊണ്ട് കളിച്ചും കടൽ കാറ്റേറ്റും ഒരു രാജകീയ വിശ്രമ ജീവിതമായിരുന്നു അവന്. ലണ്ടനിലെ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളെക്കാൾ അവനിഷ്ടം ബെർമുഡയിലെ പ്രശാന്തതയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 12-ന് ആ മനോഹരമായ ജീവിതത്തിന്റെ തിരശ്ശീല വീണു. ലാറി എന്ന തന്റെ പഴയ എതിരാളി പോലും വിടവാങ്ങൽ സുഹൃത്തെ എന്ന് എക്സിൽ കുറിച്ചപ്പോൾ അത് ലോകമെമ്പാടുമുള്ള ആരാധകരെ സങ്കടത്തിലാഴ്ത്തി. ലണ്ടനിലെ കേന്ദ്രങ്ങളുടെ പടവുകൾ മുതൽ ബെർമുഡയിലെ ഗവർണർ മന്ദിരം വരെ നീളുന്ന ആ കാലടിപ്പാടുകൾ ഇന്നും അവിടെ ബാക്കിയുണ്ട്. വാക്കുകളെക്കാൾ സ്നേഹം കൊണ്ട് നയതന്ത്രം നടത്തിയ പാമസ്റ്റൺ ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ചീഫ് മൗസറായി ഇന്നും ഓർമ്മിപ്പിക്കപ്പെടും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.